ഇന്ത്യൻ തരത്തിലുള്ള ഇറങ്ങിയിരിക്കുന്ന പ്രീമിയം ഫീച്ചേഴ്സോടുള്ള പിക്കപ്പ് വാഹനം. അതായത് മഹേന്ദ്രയുടെ വീറോ ഇറങ്ങിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പൊ ഈ വണ്ടി വരാനായിട്ട് ഒത്തിരി പേര് വെയിറ്റിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ വെച്ചിട്ട് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഒന്നുള്ള ഹൈ സേഫ്റ്റി ഉള്ള ഒരു പിക്കപ്പ് വാഹനമാണ് കേട്ടത്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഒരു ഹ്യൂജ് ലുക്കാണ്. ഏകദേശം ആ ദോസിന്റെ ഒക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ഫേസ് കട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ പെർഫോമൻസ് വൈസും ഫീച്ചേഴ്സ് വൈസും വേറൊരു വ്യത്യാസം തന്നെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ് വണ്ടിയുടെ ആ ഒരു വിൻസ്ക്രീനൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിൻസ്ക്രീൻ കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വീറോ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ സ്റ്റൈലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഒക്കെ ആയാലും നല്ല നീറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്. കണ്ടുമടുത്ത ഒരു ഡിസൈനിൽ നിന്ന് മാറ്റപ്പെടുത്തിയിട്ടാണ് ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഇലക്ട്രിക് കാറുകൾക്ക് സമാനമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മഹീന്ദ്രയുടെ എംബ്ലം നീറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടോ. ഫ്രണ്ട് ലുക്ക് കണ്ടാൽ തന്നെ ഒരു പ്രോപ്പർ വാൻ, അതായത് ഒരു കാർ സെഗ്മെന്റ് ആണെന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. കാരണം ആ ഒരു ഡിസൈനിങ് മികവ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഡബിൾ വൈപ്പേഴ്സ് ആണ് വരുന്നത്. വാഷറും കാര്യങ്ങളൊക്കെ ഈ ഇവിടെ തന്നെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബമ്പേഴ്സ് ഒക്കെ നോക്കുമ്പോഴായാലും പ്ലാസ്റ്റിക് ബമ്പേഴ്സ് ആണ് വരുന്നത്, മെറ്റൽ അല്ല. അല്ല, ഫോഗ് ലാമ്പിനുള്ള പ്രൊവിഷൻ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഇതിന് അവൈലബിൾ അല്ല, നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് കൊടുക്കാം. ഇവിടെയും റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല, മിറേഴ്സ് ഒക്കെ നോർമൽ നമ്മൾ ആ വണ്ടികളിൽ കണ്ടുവന്നിട്ടുള്ള മിറേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് V6 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്, അതായത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ സൈഡ് വ്യൂ നോക്കാം. സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും വണ്ടിയുടെ സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വരുന്നുണ്ട്. ഹെവി ക്യാബിനാണ് വരുന്നത്. നല്ല ഹൈറ്റ് തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. ഞാനിവിടെ നിന്നിട്ട് പോലും ഇത്രയും അധികം ഹൈറ്റ് വണ്ടിക്കുണ്ട്. അതായത് ഏകദേശം ഒരു നിസാന്റെ ഒക്കെ ഹൈറ്റ് തന്നെ വരുന്നത് പറയാട്ടോ. അപ്പൊ ഡോറ് തുറക്കാം. ഡോറിന്റെ ഹാൻഡിലുകളൊക്കെ നല്ലൊരു കാറിനോട് സമാനമായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡോറൊക്കെ ഹെവി ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടോ. 90 ഡിഗ്രി ആംഗിളിൽ തുറക്കുന്ന ഡോറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടേക്കായാലും കാറിനോട് സമാനമായിട്ടുള്ള രീതി തന്നെയാണ് ഇന്റീരിയറും ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഓൾറെഡി ഇപ്പൊ ഈ ഡോർ ഹാൻഡിൽ ഉള്ളിൽ നിന്ന് വന്നിട്ടായാലും അത് അവിടെ തന്നെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സ്പീക്കറിനുള്ള പാഡുകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. നല്ലൊരു വെള്ളം വയ്ക്കാനുള്ള ഒരു സ്പേസും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കയറുമ്പോഴായാലും വണ്ടിക്ക് ഇത്രയും ഹൈറ്റ് തന്നെ വരുന്നതുകൊണ്ട് ഒരു ചവിട്ടി കയറുള്ള പടി ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡോർ തുറന്നു കഴിഞ്ഞാൽ മാത്രമാണ് കാണുള്ളൂ. അടച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. പിന്നെ ഡോർ അടയ്ക്കുമ്പോഴുള്ള സൗണ്ട് പക്ക കാറിൻ്റെതായിട്ടുള്ള സൗണ്ടാണ്. ഒരു പിക്കപ്പ് വാഹനമാണെന്നുള്ളത് ഉള്ളിൽ നിന്ന് തോന്നിയില്ല കേട്ടോ. കയറാനായാലും ഒരു ഡോർ, ഒരു ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. അങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയൊരു വാഹനത്തിൽ കയറുന്ന ഫീലാണ് നമ്മൾ കയറിയിരിക്കുമ്പോഴായാലും. ചുറ്റുംപുറം നല്ല വിസിബിലിറ്റി തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഉള്ളിലേക്ക് കാണിച്ചു തരാം. അപ്പൊ ആദ്യമായിട്ട് തന്നെ സ്റ്റിയറിംഗും തുടങ്ങാം കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കോൾ എടുക്കാനും കട്ട് ചെയ്യാനും വോളിയം അപ്പ് ആൻഡ് ഡൗൺ, മ്യൂട്ട്, സെർച്ച് ബട്ടണുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ എയർ ബാഗിന്റെ ഇത് കാണാം കേട്ടോ. സ്റ്റിയറിംഗിൽ തന്നെ എയർ ബാഗ് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേയും കാര്യങ്ങളും നോക്കുമ്പോഴായാലും നല്ല നീറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആട്ടോ. അപ്പൊ സിസ്റ്റം ചെക്ക് ഇതൊക്കെ വന്നു. സ്ക്രീൻ ഓൺ ആയിട്ടുണ്ട്. ഡിജിറ്റൽ സ്ക്രീനാണ്, പ്രോപ്പർ ഡിജിറ്റൽ സ്ക്രീനായിട്ട് വരുന്നത്. അപ്പൊ മഹീന്ദ്ര ലോഗോ തെളിഞ്ഞ് നമ്മുടെ ആൻഡ്രോയിഡ് സ്ക്രീൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ 3XLൊക്കെ വന്ന അതേ സൈസിലുള്ളതാണ്. പക്ഷെ ക്വാളിറ്റി വൈസ് അത്രയും പ്രതീക്ഷിക്കേണ്ട, കുറച്ച് ഡിം ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. അതായത് ഒരു പിക്കപ്പ് വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ആൻഡ്രോയിഡിന്റെ ആ ഇതൊക്കെ കണക്ടിവിറ്റിയുടെ വന്നിട്ടുണ്ട്. അതുപോലെ AC വെന്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന്റെ അടിയിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ACയുടെ കൺട്രോൾസ് ഒക്കെ പ്രോപ്പർ കാറിൽ വന്നാൽ എങ്ങനെയാണോ അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ റിവേഴ്സ് ഗിയർ ഇട്ട് കാണിച്ചു തരാം. റിവേഴ്സ് ഗിയർ ഒരു ഡ്രൈവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് മഹീന്ദ്ര വണ്ടി ഇറക്കിയിട്ടുള്ളത്. പിക്കപ്പ് വാഹനത്തിലൊക്കെ റിവേഴ്സ് ക്യാമറ സെൻസറൊക്കെ വന്ന അപൂർവം കാഴ്ചകളാണ്. അതുപോലെ പവർ വിൻഡോയുടെ സ്വിച്ചസ് ഒക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ C ടൈപ്പ് ഫാസ്റ്റ് ചാർജിങ്, നോർമൽ ടൈപ്പ് ചാർജിങ്, അതുപോലെ മറ്റേ സോക്കറ്റ് കുത്തിയിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ 3 ടൈപ്പ് ചാർജേഴ്സും വരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഡാഷ്ബോർഡ് ആയാലും ലോക്ക് ടൈപ്പാണ് വന്നിട്ടുള്ളത്. അതിന് ഡോക്യുമെന്റ്സ് ഒക്കെ സേഫ് ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. അതുപോലെ സ്ക്രീനും കാര്യങ്ങളും എല്ലാം തന്നെ വന്നുകൊണ്ട് തന്നെ ഇന്റീരിയർ ഒരു പ്രോപ്പർ കാറിൻ്റെ എന്ന് തന്നെ പറയാം. വൈറ്റ് ആൻഡ് ഗ്രേ ടോണിലുള്ള സീറ്റ് കവറാണ് വന്നിട്ടുള്ളത്. ടോപ്പൊക്കെ ആയാലും വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഉള്ളിൽ കയറുമ്പോഴുള്ള ഫ്രഷ്നസ് ഉണ്ട് കേട്ടോ. ഒരു തരത്തിലൊരു കാറിലാണ് എന്നുള്ള ഫീൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഒരു പിക്കപ്പാന്ന് ഒരു തരത്തിൽ നമുക്ക് തോന്നില്ല കേട്ടോ. ആ ഒരു തരത്തിലുള്ള ഇന്റീരിയർ ഡിസൈനാണ് വന്നിട്ടുള്ളത്. എല്ലാം ഡിജിറ്റലൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം വണ്ടി എന്ന് തന്നെ പറയാം കേട്ടോ. പുറം രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ള അതേ പിക്കപ്പിന്റെ ക്വാളിറ്റി നമുക്ക് ഈ വണ്ടിയിൽ കാണാൻ സാധിക്കും. ഇന്റീരിയർ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ 2 സീറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഡ്രൈവർക്ക് ഈസി ആയിട്ട് കിടക്കാനുള്ള സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിന്റെ പൊസിഷൻ താഴെ ചെയ്തുകൊണ്ട് തന്നെ അവിടെയും തടസ്സോ കാര്യങ്ങളോ വരുന്നില്ല കേട്ടോ. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, പവർ മോഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ IMAX ടെക്നോളജി ഉപയോഗിച്ചുള്ള വാഹനമുണ്ട്. ഫോണിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് വെഹിക്കിൾ ട്രാക്കിങ്ങും ജിയോ ഫെൻസിങ്ങും റൂട്ട് പ്ലാനിങ്ങും വെഹിക്കിൾ ഹെൽത്ത് മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ഫോണിൽ വരുന്നതാണ്ടോ. പിന്നെ ഇതിന്റെ ഡോർ അടയ്ക്കുമ്പോഴുള്ള സൗണ്ട് കേട്ടോ. പ്രോപ്പർ കാറിന്റെ ഡോർ അടയ്ക്കാൻ ഒരു, അതായത് നമ്മുടെ 3XO അതുപോലെ XUV 700 ഒക്കെ ഡോർ അടയ്ക്കുന്ന അതേ സൗണ്ട് തന്നെയാണ് വരുന്നത്. കാരണം
വെൽ പാക്ഡ് ആയിട്ടുള്ള ഡോറാണ്ടോ. അതൊക്കെ ഒരു സേഫ്റ്റിയുടെ സൈഡിൽ നിന്ന് തന്നെ പറയാം. പാട്ട കൊട്ടുന്ന സൗണ്ട് ഒന്നും ഈ വണ്ടിയിൽ നിന്ന് കേൾക്കൂല കേട്ടോ. പിന്നെ എയർ ഇൻടേക്കിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ സൈഡിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ടാങ്ക് ഡെഫ് ടാങ്ക് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള അതിന് 10 ലിറ്ററിന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. അതിന്റെ സസ്പെൻഷൻ പറയുകയാണെങ്കിൽ പ്ലേറ്റ് സസ്പെൻഷൻ ആട്ടോ വരുന്നത്. അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ കയറും. നോർമൽ ടൈപ്പ് സസ്പെൻഷൻ അല്ല. അതും നല്ലൊരു ഫീച്ചർ ആണോ. നമുക്ക് ഈ പ്ലേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാക്സിമം ലോഡും കയറ്റി ഓടിക്കാൻ സാധിക്കും. വണ്ടിക്ക് ഒലച്ചിലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇവിടെയാണ് ഈ വാഹനത്തിന്റെ ഡീസൽ ടാങ്ക് വരുന്നത്. അതിന്റെ ക്യാപ്പാണ് ഈ കാണുന്നത്. ബാക്ക് സൈഡ് നോക്കുമ്പോഴേലും വീറോ എന്നുള്ള ബാഡ്ജിങ് സ്റ്റൈലായിട്ട് കൊടുത്തേനെ കാണാം കേട്ടോ. അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡാണ് നിലവിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് സ്ട്രോങ് ബോഡീസ് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് പർപ്പസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുറത്താണ് ഈ ഇതിൻ്റെ ലെഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നോർമലി പിക്കപ്പിനൊക്കെ ഉള്ളിലാണ് വരാറ്. അതുപോലെ കൊടുത്തും കാര്യങ്ങളൊക്കെ ഓൾറെഡി സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 10 അടി നീളവും അതായത് 5.4 അടി വീതിയാണ് വണ്ടിക്ക് വരുന്നത്. അതായത് ഡബിൾ XL വാഹനമുണ്ടോ. ടെയിൽ ലൈറ്റൊക്കെ നോർമൽ പഴയ പിക്കപ്പുകളിൽ കണ്ടിരിക്കുന്ന അതേ നോർമൽ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ടോ. ഇതാണ് ക്യാമറ വരുന്നത്. അതുപോലെ സ്റ്റെപ്പിനൊക്കെ ആയാലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് സ്റ്റെപ്പിനെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഇതാണ് വണ്ടി പർപ്പസ്ഫുള്ളായിട്ട് തന്നെ ചെയ്ത് എല്ലാ ഐഡിയപരമായിട്ടാണ് ചെയ്തേക്കുന്നത്. സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും വേറെ ഓവറോൾ ചേഞ്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. JKയുടെ ടയറും കാര്യങ്ങളൊക്കെയാണ് ഓൾറെഡി കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എച്ച് സൈഡിൻ്റെ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലാസ്റ്റിംഗ് ഉള്ള പവർഫുൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ്. അണ്ടർ ബോഡി നോക്കുമ്പോഴേ നമുക്ക് അടിയിൽ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞ് നോക്കി തന്നെ കാണാം. കാരണം അത്രയും ഹൈറ്റ് വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. നേരിട്ട് കണ്ടാലാണ് ഈ വണ്ടിയുടെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. ഫ്രൂട്ട് ടാങ്കുകളൊക്കെ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈസി ഹാൻഡ്ലിംഗ് ആണ്. അല്ല സീറ്റ് തുറക്കാണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഓയിൽ ഡിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓയിൽ ലെവൽ അറിയാനൊക്കെ ആയിട്ട് സൈഡിൽ നോക്കിയാൽ തന്നെ പറ്റും കേട്ടോ. നോർമലി സീറ്റ് പൊക്കിയിട്ടാണ് മറ്റുള്ള പിക്കപ്പുകളിൽ വന്നിട്ടുള്ളത്. ഇതാവക പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്റീരിയർ നോക്കുമ്പോഴായാലും കോ ഡ്രൈവർക്ക് അതിൽ 2 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കുക. അത്യാവശ്യം സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല ഐഡിയാപരമായിട്ട് ഡിസൈൻ ചെയ്തൊരു ഇന്റീരിയർ എന്ന് പറയാം കേട്ടോ. അല്ല ആ ഒരു എഞ്ചിൻ നമ്പർ ചേസ് നമ്പർ കൊടുത്തിട്ട് ആ ഒരു ഇത് വച്ചേക്കേണ്ട പോലെ ഒരു കവറൊക്കെ കൊടുത്തിട്ട് എല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം പിക്കപ്പ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ്. ഫ്രണ്ട്സ് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് കയറിയിരുന്നതാണ് കേട്ടോ. നല്ലൊരു കാറിൽ കയറിയിരിക്കുന്ന ഫീൽ തന്നെയാണ്. അപ്പോൾ അതേ സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ടായി. നീറ്റ് സൈലന്റ് എഞ്ചിൻ ആട്ടോ. വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഇല്ല. സ്ക്രീനൊക്കെ ഇവിടെ ഓണായി വരുന്ന കാണാം കേട്ടോ. അതല്ല ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇത് പവർ സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് ലോഡ് കയറ്റി വെച്ചാലും കിടന്ന് മല്ല് പിടിച്ച് തിരിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് വണ്ടി തിരിഞ്ഞു വരും. ഒരു കാർ ഓടിക്കുന്ന രീതി തന്നെ നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. അതുപോലെ തന്നെ AC ക്കൊക്കെ ആയാലും നല്ല കൂളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് AC ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം. നല്ല ഹീറ്ററും വരുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ഇന്റീരിയർ പ്രോപ്പർ കാറാണ്. ഓടിക്കാനും ഒരു കാറിനെ പോലെ ഏതിപ്പോൾ ലേഡീസിന് വേണമെങ്കിലും സിമ്പിളായിട്ട് ഓടിച്ച് പോകാവുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പിക്കപ്പ് എന്ന നിലയ്ക്ക് നല്ല ഫീച്ചേഴ്സും ഉണ്ട്. ഡ്രൈവിംഗ് കംഫോർട്ടായാലും അടിപൊളിയാണ്. ഗിയറൊക്കെ ആയാലും നല്ലൊരു പൊസിഷനിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാലിപ്പോൾ കോ ഡ്രൈവർക്ക് എന്താ പറയുക 2 പാസഞ്ചേഴ്സ് ഇരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് കാല് തട്ടില്ല. അത്രയും സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. ഗിയറൊക്കെ ആയാലും നമുക്ക് സിമ്പിളായിട്ട് ഇടാം കേട്ടോ. അതിൽ 5 ഗിയറാണ്. 5+1 റിവേഴ്സും വരുന്നുണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീറോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ഇപ്പൊ നിലവിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ഹൈ സേഫ്റ്റിയും ഹൈ യാത്രാ സുഖവും അതുപോലെ മാക്സിമം ലോഡും കയറ്റി ഓടിക്കാവുന്ന, അതായത് ചെറിയ വാഹനത്തിന് ടാക്സ് അടച്ച് മാക്സിമം ലോഡ് കയറ്റാവുന്ന വാഹനം. അതായത് 1550 പേലോഡ് വരുന്നത്. അപ്പൊ ചെറിയ വാഹനത്തിന് ടാക്സ് അടച്ചാൽ മതി. മാക്സിമം ലോഡും കയറും. വണ്ടിക്കും വലിപ്പമുണ്ട്. ഏത് റോട്ടേലും ഓടിച്ച് പോകാട്ടോ. ഒരു താർ ഓടിക്കുന്ന ഫീലിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഏത് കുന്നും മലയും കയറി പോകാം. എന്ത് തടിയോ സാധനങ്ങളോ കയറ്റിക്കൊണ്ടുപോകണം ഈ വാഹനത്തിന് ബുദ്ധിമുട്ടേലാട്ടോ. പിന്നെ അതിന്റെ സേഫ്റ്റിയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നിലവിൽ കാറുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ക്രാഷ് ടെസ്റ്റാണ് ഈ വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചാലും ഡ്രൈവർക്കും കോ പാസഞ്ചർക്കും ഒന്നും തന്നെ സംഭവിക്കില്ല. ആ രീതിയിലാണ് ഡിസൈനിങ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ആ ടെസ്റ്റും പ്രോപ്പറായിട്ട് വണ്ടി പാസ്സായിട്ട് കേട്ടോ. അതായത് ഒരു ഡ്രൈവർക്കും അതുപോലെ കോ പാസഞ്ചേഴ്സിനും നല്ല സേഫ്റ്റി വേണോ, അതിന് ഡ്രൈവർക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് മഹീന്ദ്ര വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള. പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയാ ഡ്രൈവേഴ്സ്, അതായത് കൊമേഴ്ഷ്യൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി അവരുടെ സേഫ്റ്റി മുൻഗണന കൊടുത്തുകൊണ്ടാണ് നമ്മൾ മഹീന്ദ്ര ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടോ. ഇതിനുശേഷം ഇനിയും മറ്റുള്ള കമ്പനികളും കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വാഹനങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലത്തെ തിരക്കും കാര്യങ്ങളും ഓടിച്ചു പോകുമ്പോഴായാലും ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള വാഹനങ്ങൾ കാറിൽ പോകുന്ന സേഫ്റ്റിയും കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിന്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ 18 കിലോമീറ്റർ മൈലേജ് ഷാർപ്പ് തന്നെ കിട്ടും. ഏറ്റവും പുതിയ ടെക്നോളജിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് കിട്ടുന്നതിനാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതിന്റെ യൂസർ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ ചെയ്യാം. ഈ വാഹനത്തിന്റെ ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 9,56,000 രൂപ. അതായത് V6 എയർ ബാഗ് വരുന്ന വാഹനത്തിന്റെ റേറ്റ് ആണ് ടോപ്പ് എൻഡ് വാഹനത്തിന്റെ റേറ്റ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ബുക്ക് ചെയ്യാനും അതുപോലെ ടെസ്റ്റ് ഡ്രൈവിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ നമ്പർ കൊടുത്തിരിക്കാം. വണ്ടി നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ, വയനാട്ട്, മഹീന്ദ്രയിലാണ്. കേരളത്തിലെ എവിടെ തന്നെ ഉള്ളവർക്കായാലും ബുക്കിംഗ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.